ഹായ് ഫ്രണ്ട്സ്, ഇതൊരു തിയറി ക്ലാസ് അല്ല, മറിച്ച് നമ്മുടെ കേരള PSC 2024 നടക്കാൻ പോകുന്ന എക്സാമുകളുടെ ഒരു കലണ്ടർ പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. ഏകദേശം ഈ ഒരു കലണ്ടർ പോലെ തന്നെ കഴിഞ്ഞ വർഷം ഇതേപോലെ ഒരു കലണ്ടർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം അതേപോലൊക്കെ തന്നെയായിരുന്നു കഴിഞ്ഞ വർഷം എക്സാം നടത്തിയിരുന്നത്. അതേപോലെ തന്നെ ഈ വർഷവും നടക്കാൻ പോകുന്ന ഡിസംബർ വരെ, ജനുവരി മുതൽ ഡിസംബർ വരെ, മാർച്ച് വരെയുള്ള കലണ്ടർ ആദ്യമേ പബ്ലിഷ് ചെയ്തതാണ്. ഏപ്രിൽ മുതൽ ഡിസംബർ വരെ ഇനി ഏതൊക്കെ എക്സാമുകളാണ് ഏതൊക്കെ മാസങ്ങളിലാണ് നടക്കുക എന്നുള്ളതിൻ്റെ ഏകദേശ രൂപമാണ് ഈ ഒരു കലണ്ടറിൽ PSC തന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു 2024 ഏതൊക്കെ ഇലക്ട്രിക്കൽ എക്സാമുകളുണ്ട്, ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നത് എക്സാമുകളൊക്കെ എപ്പോഴൊക്കെ നടക്കും എന്നുള്ളതും, ഇനി അങ്ങോട്ട് നമുക്ക് എത്ര സമയം കിട്ടും, അതനുസരിച്ച് നമ്മൾ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മാർച്ച് വരെ നിലവിൽ നമുക്ക് എക്സാമുകളൊന്നും ഇല്ല. മാർച്ച് കഴിഞ്ഞ് ഏപ്രിൽ 2024 മുതൽ ജൂൺ വരെയുള്ള സ്ലോട്ടിലാണ് ITI ലെവൽ വരുന്ന എല്ലാ എക്സാമുകളും ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഏപ്രിൽ 2024 എന്ന് പറയുമ്പോൾ നമ്മൾ ഈ എക്സാം 1/4/2024 തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. ആ രീതിയിലായിരിക്കണം നമ്മുടെ പ്രിപ്പറേഷൻ പോകേണ്ടത്. കഴിഞ്ഞ വർഷത്തെ പാറ്റേൺ നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ സ്ലോട്ടിൽ ആദ്യത്തെ സ്ലോട്ട് തന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ എക്സാമുകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഏകദേശമൊക്കെ. അതേപോലെ തന്നെ ഈ വർഷത്തെ എക്സാമുകൾ നമുക്ക് ഏപ്രിലിൽ തന്നെ നടക്കും എന്ന് തന്നെയാണ് നമ്മൾ 90% അല്ലെങ്കിൽ 100% നമ്മൾ പ്രിപ്പറേഷൻ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഏപ്രിൽ 1-ാം തീയതി നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കണം. അപ്പോൾ ITI ലെവലിൽ നിലവിൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന പോസ്റ്റുകളെല്ലാം തന്നെ, ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന എല്ലാ എക്സാമുകളും തന്നെ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള സ്ലോട്ടുകളിൽ, അതായത് ഏപ്രിൽ എക്സാം നടക്കാൻ പോവുകയാണ്. അതായത് അതിൽ എല്ലാ ഇലക്ട്രീഷ്യൻ വരും. വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിലെ ഇലക്ട്രീഷ്യൻ, മൃഗസംരക്ഷണ വകുപ്പിലെ ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിൾ, 24ഓളം വാക്കൻസി നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പോസ്റ്റാണ് ഇലക്ട്രീഷ്യൻ പോലീസ് കോൺസ്റ്റബിൾ. ഇലക്ട്രീഷ്യൻ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ഇലക്ട്രീഷ്യൻ പോസ്റ്റ്, ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഇലക്ട്രീഷ്യൻ പോസ്റ്റ്, PWDയിലെ ലൈൻമാൻ, അതേപോലെ തന്നെ 21ഓളം വാക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ ട്രേഡ്സ്മാൻ, ITI വരില്ല, ടെക്നിക്കൽ സ്കൂളുകൾ, പോളിടെക്നിക്കുകൾ, എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെയുള്ള ട്രേഡ്സ്മാൻ പോസ്റ്റുകൾ, അതേപോലെ തന്നെ ഗ്രേഡ് 2 ഡ്രാഫ്റ്റ്സ്മാൻ അല്ലെങ്കിൽ ഓവർസിയർ. ഇതെല്ലാം ITI ലെവലിലുള്ള എക്സാമുകളാണ്. ഇതെല്ലാം ഇട്ടിരിക്കുന്നത് ഒരൊറ്റ സ്ലോട്ടിലാണ്. അതിനർത്ഥം ഇതിനകത്ത് ഒരു കോമൺ എക്സാം ആയിരിക്കും മിക്കവാറും നമുക്ക് പ്രതീക്ഷിക്കുക. അതായത് കോമൺ എക്സാം ആയിരിക്കും ഈ എല്ലാ പോസ്റ്റുകൾക്കും. ഒന്നുകിൽ ഒറ്റ എക്സാം ആയിരിക്കും ഈ 8 തസ്തികകളിലേക്ക് ഉണ്ടാവുക, അതല്ല എങ്കിൽ 2 എക്സാമുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. എങ്കിലും ഒരു എക്സാമോ അല്ലെങ്കിൽ 2 എക്സാമോ ആയിരിക്കും ഉണ്ടാവുക. കോമൺ എക്സാം പാറ്റേണിലായിരിക്കും നടക്കുക. കാരണം ടൈം ടേബിൾ തന്നിരിക്കുന്നത് ഒരൊറ്റ സ്ലോട്ടിലാണ്. അപ്പോൾ ഇനി ഇതിനെ നമ്മളിപ്പോൾ കണക്കാക്കുകയാണെങ്കിൽ ജനുവരി മുതൽ മാർച്ച് 31 വരെ ഏകദേശം നമുക്ക് കിടക്കുന്നത് 93 ദിവസങ്ങളാണ്, അല്ലെങ്കിൽ 90 ദിവസമാണ് ഞാൻ റൗണ്ടായിട്ട് പറയാം. 90 ദിവസം. ഈ 90 ദിവസം വളരെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാമാണ് ITI ലെവൽ കേരള PSC എക്സാം. കാരണം ഇതിനകത്ത് തന്നെ ഇപ്പോൾ 50-ൽ കൂടുതൽ വാക്കൻസി, ഈ 2 പോസ്റ്റുകൾ തന്നെയായിട്ട് 50-ൽ കൂടുതൽ വാക്കൻസികളുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് ഇതെല്ലാ പോസ്റ്റുകളും കൂടി കണക്കാക്കി കഴിഞ്ഞാൽ ഒരു 100 വാക്കൻസി മിനിമം നമുക്ക് ഇതിനകത്ത് കിട്ടും ഒരൊറ്റ ഇരിപ്പിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ. ഇതിൽ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കൺസെപ്റ്റ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നല്ല കൺസെപ്റ്റ് ഉണ്ടാകാൻ വേണ്ടി എപ്പോഴും ഞാൻ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും വീണ്ടും പറയുന്നത്. പുതുതായിട്ട് ഒന്നും പറയാനില്ല. നിമിയുടെ 4 വോളിയം ടെക്സ്റ്റ് കൃത്യമായിട്ട് വായിച്ചിരിക്കുക, ലൈൻ ടു ലൈൻ വായിക്കുക, മിനിമം ഒരു 3 തവണ വായിക്കുക. അതനുസരിച്ച് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ക്വസ്റ്റ്യൻസിനോട് ഫെമിലിയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ സബ്ജക്റ്റിൻ്റെ ഡെപ്ത് നോളജ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡെയിലി ഒരു 25-10 മുതൽ 50 വരെ ക്വസ്റ്റ്യൻസ് ഡെയിലി സോൾവ് ചെയ്യാൻ നോക്കുക. ഡെയിലി മിനിമം ഒരു 10 ക്വസ്റ്റ്യൻസും ഒരു 50 ക്വസ്റ്റ്യൻ വരെ ഡെയിലി നിങ്ങൾ സോൾവ് ചെയ്തെടുക്കുക. അത് സോൾവ് ചെയ്യുന്ന സമയത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റുകളും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്യുകയും ചെയ്യുക. അതാണ് രണ്ടാമത് ചെയ്യേണ്ട കാര്യം.
അവസാനമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഏകദേശം കഴിഞ്ഞ 5 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സമയത്തിനനുസരിച്ച് ആഴ്ചയിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള നിലയ്ക്ക് മിനിമം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള നിലയ്ക്ക് സോൾവ് ചെയ്യുക. ആഴ്ചയിൽ മിനിമം ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. ഇങ്ങനെ ഒരു കൃത്യമായ ടൈം ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ട് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു അത്രയും, കാരണം നമ്മുടെ കയ്യിൽ 90 ദിവസമേ ഉള്ളൂ, അത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഈ എക്സാമിലേക്ക് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. റെഡി. അടുത്തത് രണ്ടാമത്തെ സ്ലോട്ടിൽ ജൂൺ കഴിഞ്ഞ് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയുള്ള സ്ലോട്ടിലാണ് ഡിഗ്രി ലെവൽ ഇലക്ട്രിക്കൽ എക്സാമുകൾ. ഈ നിലവിൽ ഡിഗ്രി ലെവൽ എക്സാമുകൾ കഴിഞ്ഞ വർഷം ഒരുപാട് എക്സാമുകൾ കഴിഞ്ഞു പോയതാണ്. അതുകൊണ്ട് തന്നെ ഈ വർഷം ഡിഗ്രി ലെവലിൽ നമുക്ക് വെറും 2 പോസ്റ്റുകൾക്ക് മാത്രമേ എക്സാം ഉള്ളൂ. ഒന്ന് ആർബർ എഞ്ചിനീയറിംഗിൽ അസിസ്റ്റന്റ് എഞ്ചിനീയറും അതേപോലെ തന്നെ ആനിമൽ ഹസ്ബൻഡറി മൃഗസംരക്ഷണ വകുപ്പിലെ അസിസ്റ്റന്റ് എഞ്ചിനീയറും. ഈ 2 തസ്തികകൾക്ക് മാത്രമേ ഡിഗ്രി ലെവൽ എക്സാം ഇപ്പോൾ നടക്കുന്നുള്ളൂ ഈ വർഷം. കാരണം ഓൾറെഡി ഡിഗ്രി ലെവൽ എക്സാമുകളെല്ലാം കഴിഞ്ഞ വർഷം കഴിഞ്ഞു പോയതാണ്. 2023 ഇലക്ട്രിക്കലിൻ്റെ ഡിഗ്രി ലെവൽ എക്സാമുകൾ ഒരുപാടെണ്ണം കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വർഷം വേക്കൻസികളും എക്സാമുകളുടെ എണ്ണവും കുറവാണ്. എങ്കിലും ഈ 2 എക്സാമുകൾ നമുക്ക് ജൂലൈയിൽ നടക്കും എന്ന് എക്സ്പെക്ട് ചെയ്യാം. ഇനി ഇതല്ലാതെ ഇതും അതുപോലെ തന്നെ ഡിഗ്രി തീർച്ചയായിട്ടും ഇത് കോമൺ എക്സാം തന്നെയായിരിക്കും. കാരണം ഈ കോമൺ എക്സാം തന്നെയായിരിക്കും, കാരണം 2 പോസ്റ്റുകളും ഒരേ ടൈം സ്ലോട്ടിലാണ് ഇട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഡിപ്ലോമ ലെവൽ എക്സാമുകളാണ് സെപ്റ്റംബർ മുതൽ നവംബർ വരെയുള്ള സ്ലോട്ടുകൾ ഇട്ടിരിക്കുന്നത്. ഡിപ്ലോമ ലെവൽ എക്സാമുകളായ ഒന്ന് ഇലക്ട്രീഷ്യൻ ആക്ച്വലി ITI ലെവൽ എക്സാം ആണ്. പക്ഷേ ഈ ഇലക്ട്രീഷ്യൻ എന്ന് പറയുന്നത് നീറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ITI ഡിപ്ലോമ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. കാരണം ഇതിൻ്റെ സ്ലോട്ട് ഇട്ടിരിക്കുന്നത് ഡിപ്ലോമ ലെവലിലാണ്. ITI ലെവലിൽ ഒരു സ്ലോട്ട് ഓൾറെഡി ഏപ്രിൽ മുതൽ ജൂൺ വരെ ഇട്ടിരുന്നുവെങ്കിലും അവിടെ നീറ്റ് പ്രൊഡക്റ്റ് ഓഫ് ഇന്ത്യയിലെ ഇലക്ട്രീഷ്യൻ തസ്തിക അവിടെ നോട്ടിഫൈ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവിടെ ലിസ്റ്റിൽ ഇട്ടിട്ടില്ല. പകരം ഇട്ടിരിക്കുന്നത് ഡിപ്ലോമ ലെവൽ എക്സാമുകളുടെ കൂടെയാണ്. അതായത് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ, അതേപോലെ തന്നെ ഇപ്പോൾ നിലവിലുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ്റെയും വയർമാൻ്റെയും ഈ ഡിസംബർ 30-ാം തീയതി വന്ന ഗസറ്റിൽ വന്ന 2 തസ്തികയാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യനും വയർമാനും. ഈ 2 എക്സാമും നടക്കുന്നത് സെപ്റ്റംബറാണ്. ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ട് അടുത്ത സെപ്റ്റംബറിൽ എക്സാം നടക്കാൻ പോവാണ്. അതായത് ഒരു വർഷത്തിനുള്ളിൽ PSC ഇതിൻ്റെ എക്സാം നടക്കുന്നത്. കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ് എന്നുള്ളതിൻ്റെ ഒരു മീനിങ് ആണ് ഇപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നത്. അപ്പോൾ ഡിപ്ലോമ ലെവൽ എക്സാമുകളെല്ലാം നടക്കുന്നത് നവംബർ മുതൽ സെപ്റ്റംബർ സ്ലോട്ടിലാണ്. അപ്പോൾ ആദ്യം ITI ലെവൽ എക്സാം നടക്കും ഏപ്രിൽ മുതൽ. അത് കഴിഞ്ഞിട്ട് ITI ലെവൽ എക്സാം കഴിഞ്ഞതിന് ശേഷം ഡിഗ്രി ലെവൽ എക്സാം നടക്കും. അത് കഴിഞ്ഞിട്ട് ഡിപ്ലോമ ലെവൽ എക്സാമുകൾ നടക്കും. കാരണം നിലവിൽ ഡിപ്ലോമ ലെവൽ എക്സാമുകൾ ഈ 2 പോസ്റ്റുകളും ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നതേ ഉള്ളൂ. അതുകൊണ്ടുള്ള സമയമായിരിക്കും അവരെടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇത്രയാണ് നമുക്ക് ഇപ്പോൾ ഈ വർഷം നടക്കുന്ന എക്സാമുകൾ. ITI ലെവലിലുള്ള 8 പോസ്റ്റ്, അതേപോലെ തന്നെ ഡിഗ്രി ലെവലിലുള്ള 2 പോസ്റ്റ്, ഡിപ്ലോമ ലെവലിലുള്ള 4 പോസ്റ്റ്, മൊത്തം 14 പോസ്റ്റുകളിലേക്കാണ് ഈ വർഷം ഇലക്ട്രിക്കൽ എക്സാം നടക്കുന്നത്. 14 പോസ്റ്റുകളിലൊക്കെ ആയിട്ട് മിക്കവാറും 3 എക്സാമോ അല്ലെങ്കിൽ 3 കോമൺ എക്സാം ആയിരിക്കും. ITI ലെവലിലേക്ക് ഒരു കോമൺ എക്സാം, ഡിപ്ലോമ ലെവലിലേക്ക് ഒരു കോമൺ എക്സാം, ഡിഗ്രി ലെവലിലേക്ക് ഒരു കോമൺ എക്സാം. ഏത് എക്സാമിലേക്കായാലും നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് കൺസെപ്റ്റ് ഉണ്ടാക്കുക, രണ്ടാമത്തത് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം, മൂന്നാമത്തത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം. ഈ 3 കാര്യങ്ങളില്ലാതെ പോകരുത്. കാരണം പുതിയ ക്വസ്റ്റ്യൻസിൻ്റെ പാറ്റേൺ എല്ലാം ഡിസ്ക്രിപ്റ്റീവ് വൈസ് എന്നല്ല, അതേപോലെ കൺസെപ്റ്റ് വൈസുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും. അപ്പോൾ നിമി കൃത്യമായിട്ട് വായിക്കുക. ITI ലെവൽ എക്സാമിന് മാത്രമാണ്. ഡിഗ്രി ലെവൽ എക്സാമിന് നിമിയുടെ യാതൊരു കാര്യവുമില്ല. ഡിഗ്രി ലെവൽ എക്സാം എന്ന് പറയുന്നത് അതിൻ്റെ ആ ഒരു ലെവലിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണം. ITI ലെവൽ എക്സാമിന് നിമി ബേസിക് ആണ്, ബട്ട് നിമിയിൽ മാത്രം ഒതുങ്ങിയിട്ട് കാര്യമില്ല. ഓരോ സബ്ജക്റ്റിൻ്റെയും അതാത് സബ്ജക്റ്റ് വൈസ് കുറച്ചും കൂടെ ഡെപ്തിലേക്ക് നമ്മൾ ഡിപ്ലോമ ലെവൽ എക്സാമിന് മാറേണ്ടതുണ്ട്. റെഡി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ പറഞ്ഞ കലണ്ടറിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് ട്രിപ്പിൾ മാസ്റ്ററിന് ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സിൽ വീഡിയോ ക്ലാസ്സസ് ഉണ്ടാവും, അതേപോലെ തന്നെ ഡെയിലി ക്യൂസ് ഉണ്ടാവും, സ്റ്റഡി നോട്ട്സ് ഉണ്ടാവും, PDF ആയിട്ടുള്ള സ്റ്റഡി നോട്ട്സും, അതേപോലെ തന്നെ സ്റ്റഡി കാർഡ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ ബ്രീഫായിട്ട് ഒരു സ്റ്റഡി കാർഡ് സ്ലൈഡ് പോലെ നിങ്ങൾക്ക് അയച്ചു തരും. അതേപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻസ് ഉണ്ടാവും, അതേപോലെ പേഴ്സണൽ മെൻറ്റർഷിപ്പ് ഉണ്ടാവും. ഇത്രയും ഫീച്ചേഴ്സ് നമ്മുടെ ട്രിപ്പിൾ മാസ്റ്ററിൻ്റെ യൂട്യൂബ് ചാനലുകളിലും അതേപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് പ്രോഗ്രാമിലുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. 977-813-9987. Thank you.